സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജിയിലെ ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാതിരിക്കാം. എനിവേ, സൈക്കോളജി ലേണിംഗ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബിഹേവിയർ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ എന്താണ് വളരെ കോമൺ ആയ ഒരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പൊ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? സപ്പോസ് നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടമല്ല, പച്ചമാങ്ങ. നിങ്ങൾ ആലോചിക്കുക, നല്ലൊരു പച്ചമാങ്ങ മുറിച്ച് നല്ല ഉപ്പും കുറച്ച് മുളകും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു വായിലൊരു പുളി വന്നില്ലേ? ഓക്കെ. ആ ഒരു പുളി എങ്ങനെയാണ് പുളി വന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ പച്ചമാങ്ങ ഉപ്പിലിട്ടിട്ട് തന്നിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, പച്ചമാങ്ങര ഒരു തോട്ട് അല്ലെങ്കിൽ പച്ചമാങ്ങര പേര് അല്ലെങ്കിൽ ഒരു അച്ചാറിന്റെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നാവിലൊരു ചെറിയ പുളി വരുന്നില്ലേ? ഒരു ചെറിയ പുളി അല്ലേ? യെസ്, ദിസ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷൻ. അതായത് പണ്ട് മുതലേ നമ്മൾ അച്ചാറും ഉപ്പിലിട്ടതൊക്കെ തിന്ന് ശീലിച്ച ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴൊക്കെ അച്ചാറിന്റെ മണം അല്ലെങ്കിൽ ഉപ്പിലിട്ടതിന്റെ ഒരു ടേസ്റ്റ് വായിൽ വരുമ്പോൾ പെട്ടെന്ന് നാവിലൊരു പുളി വരുന്നില്ലേ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഒരുപാട് കാലം നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ തിന്ന് ഇത് രണ്ടും എന്ത് ചെയ്തു, പരസ്പരം ഭയങ്കര ഫ്രണ്ട്സ് ആയി. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒരു പച്ചമാങ്ങ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ചാറിന്റെ ഒരു തോട്ട് മനസ്സിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വായിൽ നമുക്ക് പണ്ട് അച്ചാർ തിന്നുമ്പോൾ കിട്ടിയ ഒരു ചെറിയ പുളിയില്ലേ, ആ പുളി കിട്ടിയില്ലേ? ഇതിനാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ഓർഗാനിസം കംസ് അസോസിയേറ്റ് സ്റ്റിമുലി. അതായത് സ്റ്റിമുലി എന്ന് പറയുന്നത് ഇവിടെ പച്ചമാങ്ങ ഒരു സ്റ്റിമുലിയാണ്. അതിന് കാണിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് നമ്മളെ വായിൽ എന്ത് വരുന്നത്, ഒരു ചെറിയ പുളി വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ അസോസിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ടെൻഡൻസിയാണ് എന്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് പെയറിംഗ് എ ന്യൂട്രൽ സ്റ്റിമുലസ് വിത്ത് ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ടു ബ്രിങ് ഔട്ട് എ കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ നമ്മള് റിയൽ പച്ചമാങ്ങ തിന്നുമ്പോൾ ഉണ്ടാകുന്ന പുളി പ്ലസ് പച്ചമാങ്ങ എന്നുള്ള ഒരു നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയില്ലേ, അത് രണ്ടും നമ്മൾ അറിയാണ്ട് പെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാണ്, പച്ചമാങ്ങയുടെ പേര് കേൾക്കുമ്പോൾ തന്നെയാണ് ഒരു അൺകണ്ടീഷൻഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ത് പച്ചമാങ്ങ തിന്നുമ്പോൾ വായിൽ എന്ത് വരുന്നുണ്ട്, പുളി വരുന്നുണ്ട്. ഇനി പച്ചമാങ്ങ ഇല്ലാതിരിക്കുമ്പോൾ അറിയാണ്ട് കണ്ടീഷൻ ആയിപ്പോയി അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യപ്പെട്ട പച്ചമാങ്ങയുടെ പേര് നമ്മൾ ഓർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിനാണ് ക്ലാസിക്കൽ കണ്ടീഷൻ എന്നുള്ളത്. വളരെ സിമ്പിൾ ടേം ആണ്. നിങ്ങൾക്ക് എന്താണ് ഇഗ്നോന്റെ പരീക്ഷകളിലൊക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ലേണിങ്ങിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ വിശദീകരിച്ച് എഴുതാൻ പറ്റിയ ഒരു ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയ ഒരു നല്ല ടോപ്പിക്കാണ് ശരിക്കും ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് ഓവർ ടൈം ദ ന്യൂട്രൽ സ്റ്റിമുലസ് അലോൺ ക്യാൻ ഇവോക്ക് ദ റെസ്പോൺസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ അക്വേർഡ് അസോസിയേഷൻ. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചത്. ഞാൻ പച്ചമാങ്ങ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നിങ്ങളെ വായിൽ വെള്ളം വന്നു. അതായത് ഒരുപാട് കാലത്തിന് ശേഷം ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ആയ പച്ചമാങ്ങയുടെ പേര് അല്ലെങ്കിൽ പച്ചമാങ്ങയുടെ ഒരു ചിന്തകൾ ആലോചിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളെ വായിൽ അറിയാണ്ട് വെള്ളം വരുന്നു. അതായത് ഒരു കണ്ടീഷൻ റെസ്പോൺസ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതാരാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ റഷ്യയിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. ഇയാൾക്ക് ഒരു ഫിസിസ്റ്റ് ആണ്. അയാൾ എന്ത് ചെയ്തു, തന്റെ നായനെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പെരിമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇയാൾക്കൊരു പട്ടിയുണ്ട്. ഞാൻ ഈ പട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ പട്ടിക്ക് എപ്പോഴൊക്കെയാണോ ഫുഡ് കൊടുക്കുന്നത് അപ്പോഴൊക്കെ ഈ പട്ടിന്റെ വായിന്ന് ഉമിനീര് വരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇയാളത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരു ഡക്റ്റ് എന്ത് ചെയ്യുന്നു, വായിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കുന്നു അപ്പോഴൊക്കെ സാലിവേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു, ഇയാൾ എന്ത് ചെയ്തു, കലക്ട് ചെയ്യും, ഒരു ചെറിയ ഡക്റ്റിൽ കലക്ട് ചെയ്യും, ഒരു ടെസ്റ്റ് ട്യൂബിൽ. അങ്ങനെ എന്ത് ചെയ്തു, ഇയാള് ബെല്ല്, ഒരു മെട്രോണം എന്ന് പറഞ്ഞ പറയല് അതില്, അതായത് ഒരു ടൈപ്പ് ഓഫ് ബെല്ലാണ്. ആ ബെല്ല് എന്ത് ചെയ്തു, ഈ ഫുഡിന്റെ ഒപ്പം പെയർ ചെയ്തു. അപ്പോ
ശരിക്കും ഈ ബെല്ല് കേൾക്കുമ്പോൾ നായ്ക്ക് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ സെക്കൻഡ് പിക്ചർ കാണുന്നത്. നായ്ക്ക് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്തു, ഈ ഫുഡും ഈ ബെല്ലും എന്ത് ചെയ്തു, എപ്പോഴും ഒപ്പരം കൊടുക്കും. അതൊരു മറന്റെ പിന്നിൽ പട്ടി ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഫുഡും കൊടുക്കും, ഇപ്പുറത്ത് എന്ത് ചെയ്യും, ബെല്ലും അടിക്കും. അങ്ങനെ എന്ത് ചെയ്തു, കുറെ കാലം ബെല്ലടിച്ച് ഒരു ദിവസം എന്ത് ചെയ്തു, ബെല്ലടിച്ച് നോക്കുമ്പോണ്ട് നായിന്റെ വായിന്ന് എന്ത് ചെയ്യുന്നു, സാലിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ എല്ലാം കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ത് മനസ്സിലാകുന്നത്, അതായത് ഈ ബെല്ലും ഈ ഫുഡും എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കുമുണ്ടാകുന്ന സെയിം സാലിവേഷൻ എന്തിനും വരുന്നുണ്ട്, ഈ ബെല്ലടിക്കുമ്പോൾ വരുന്നുണ്ട്. ഇതാണ് എന്ത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് നല്ല രസമാണ്. പൊതുവെ ഇത് യൂസ് ചെയ്യല് എന്താണ്, ഇപ്പോ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ വിസിറ്റ് ചെയ്തണോന്ന് അറിയില്ല. ഡി അഡിക്ഷൻ സെന്ററിൽ ഇപ്പോ കള്ള് കുടിച്ച് അല്ലെങ്കിൽ കള്ളിന് അഡിക്റ്റ് ആയ ആൾക്കാർ, അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ അഡിക്റ്റ് ആയ ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഈ തെറാപ്പിക്ക് വേണ്ടിയിട്ട്, അവേഷൻ തെറാപ്പി എന്നാ പറയല്, ഈ അവേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്നാൽ അവർ യൂസ് ചെയ്യുന്ന ഒരു 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 സിസ്റ്റാണെന്ത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാന്ന് പറഞ്ഞാല്, അതായത് കള്ള് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, കള്ള് സാധാ പോലെ കുടിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇയാൾ കള്ള് കുടിക്കും. അപ്പൊ ഈ ടാബ്ലറ്റിന്റെ റീസൺ കാരണം എന്ത് ചെയ്യും, ഇയാൾ വോമിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ദിവസം എന്ത് ചെയ്യും, എന്താണ്, വോമിറ്റ് ചെയ്യാനുള്ള ടാബ്ലറ്റ് ഇട്ട് കൊടുത്തിട്ട് കള്ള് കൊടുക്കും. അങ്ങനെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ടാബ്ലറ്റും അല്ലെങ്കിൽ ഈ വോമിറ്റിംഗ് എന്നുള്ള റെസ്പോൺസും എന്താണ്, ഈ കള്ള് കുടിക്കലും എന്ത് ചെയ്യും, പരസ്പരം പെയറാവും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ദിവസം കള്ള് മാത്രം കൊടുക്കും ഈ ടാബ്ലറ്റ് ഇടാണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നോർമലി അയാളെ കള്ള് കുടിക്കും, അയാൾ എന്ത് ചെയ്യും, വോമിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, എന്താണ്, ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ നടക്കുക. അതുപോലെ തന്നെ സിഗരറ്റിനും അങ്ങനത്തെ എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ടോ, അഡിക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന തെറാപ്പി ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് സാധനം കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലുള്ള കുറച്ച് കീ കൺസെപ്റ്റ് അല്ലെങ്കിൽ കീ ടേംസ് നമുക്കൊന്ന് പറയാം. ഒന്ന്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുത്തു, അതായത് സാധാ പോലെ ഫുഡ് കൊടുക്കുന്നു, അതിനെന്താ, നാച്ചുറൽ ട്രിഗേഴ്സ് എ റെസ്പോൺസ്. ഫുഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ ഡോഗ് ആണെങ്കിൽ ഡോഗിന്റെ വായിന്ന് സെലിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എന്തൊരു പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, സാധാരണ നാച്ചുറലി വരുന്ന പച്ചമാങ്ങ കാണുമ്പോൾ അല്ലെങ്കിൽ പച്ചമാങ്ങ തിന്നുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു പുളി, നാലുണ്ടാകുന്ന പുളി അല്ലെ, അതൊരു റെസ്പോൺസ് ആണ്. അപ്പൊ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഈ ഫുഡാണ്, അല്ലെങ്കിൽ ഈ മാങ്ങയാണ്, ഈ അച്ചാറാണ്. ഓക്കെ, ഇതാണ് എന്ത്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, UCS എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. സാധാരണ രീതിയിൽ ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാലിവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പച്ചമാങ്ങ കാണുമ്പോൾ, പച്ചമാങ്ങ തിന്നുമ്പോൾ നമ്മളെ വായിൽ വരുന്ന ആ ഒരു ചെറിയ പുളി, അതിനാണ് എന്ത് പറയുന്നത്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യും, ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്റെ പരം ഒരു സാധനം ആഡ് ചെയ്യും, ഒരു ബെല്ല് ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഓട്ടോമാറ്റിക്കേ വരുന്ന എന്ത്, പച്ചമാങ്ങ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അച്ചാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടൈപ്പ് എന്താണ്, ഒരു ടേസ്റ്റ് ഉള്ള സാധനമാണ് എന്നുള്ളത് നമ്മളെ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ബെല്ലും ഫുഡും പെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെല്ലിനാണ് എന്താ പറയാ, കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ന്യൂട്രൽ ആണ്, നൗ ട്രിഗേഴ്സ് എ റെസ്പോൺസ് ആഫ്റ്റർ പെയറിങ്. അതായത് ഈ എന്താണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസും എന്ത് ചെയ്യുന്നു, പെയർ ചെയ്യുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്താണ്, ബെല്ല് മാത്രം അടിക്കുമ്പോൾ ഡോഗ് എന്ത് ചെയ്യുന്നു, സാലിവേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പച്ചമാങ്ങന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് വായിൽ വെള്ളം വരുന്നു. ആ വെള്ളം വരുന്നതിന്, പച്ചമാങ്ങന്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് വെള്ളം വരുന്നതിനാണ് എന്താ പറയാ, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻബോക്സിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോ അതിന് ലേൺഡ് റെസ്പോൺസ് ആണ്. ലേൺഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ ബെല്ലും ഫുഡും പെയർ ചെയ്തിട്ട് ബെല്ലടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, അതിനാണ് എന്താ പറയാ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. ടേംസ് ഒക്കെ ക്ലിയർ അല്ലേ? സോ ഞാൻ നാളത്തേക്ക് ഒരു അസൈൻമെന്റ് തരാണ്. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷൻസിന് നമ്മളെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇൻസ്റ്റൻസ്, എന്തൊക്കെ ഇൻസ്റ്റൻസ് ഉണ്ടോ ആ ഇൻസ്റ്റൻസ് ഒക്കെ. ഇപ്പൊ സപ്പോസ് എന്താ പറയാ, എന്താണ്, ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാളത്തേക്ക് വരുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 2-3 എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യണം, കണ്ടെത്തി വരണം. ഓക്കെ, ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനോട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് പറയണേ.
അങ്ങനെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് എക്സ്റ്റൻഷൻ എന്ന് പറയും. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് ഇപ്പോൾ സപ്പോസ് ഡോഗിന്റെ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഈ ഡോഗിന് എന്ത് ചെയ്തു, നമ്മൾ ബെല്ലും ഫുഡും വെച്ച് പെയർ ചെയ്തു. അങ്ങനെ ബെല്ലടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഡോഗ് സെലിവേറ്റ് ചെയ്യും. ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിലും സെലിവേറ്റ് ചെയ്യും. ഇപ്പം കണ്ടീഷൻഡ് ആണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് കാലം ബെല്ലടിച്ചു. അങ്ങനെ നായ്ക്ക് എന്ത് മനസ്സിലായി, പട്ടിക്ക് എന്ത് മനസ്സിലായി, ഓക്കെ ഇത് എന്നെ പറ്റിക്കാണ്, ഫുഡൊന്നും വരുന്നില്ല എന്നുള്ളൊരു തോട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ലേ, അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകും, അല്ലെങ്കിൽ ആ കണ്ടീഷൻ സ്റ്റോപ്പ് ആവും ഓട്ടോമാറ്റിക്കലി. അതായത് CR, ദ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഈ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെല്ലടിക്കുമ്പോൾ ഫുഡ് കൊടുക്കാതെ തന്നെ സാലിവേറ്റ് ചെയ്യുന്ന പ്രോസസ് ഇല്ലേ, കണ്ടീഷൻഡ് റെസ്പോൺസ് ഫെയ്ഡ്സ് ഇഫ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഈസ് പ്രസന്റഡ് വിത്തൗട്ട് എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ഫുഡ് റിപ്പീറ്റഡ്ലി. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് കാലം ബെല്ലടിച്ചു, ഫുഡ് കൊടുത്തില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ സാലിവേഷൻ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് എക്സ്റ്റൻഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് എന്ത്, റീകണ്ടീഷനിങ്. ഇനി ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെല്ലടിച്ചിട്ട് പട്ടി എന്ത് ചെയ്യുന്നില്ല, സാലിവേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒന്നും കൂടി ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും പെയർ ചെയ്യും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, മുമ്പുണ്ടായ സെയിം സാലിവേഷൻ ബെല്ലടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫുഡ് വെക്കാതെ തന്നെ ആൾ എന്ത് ചെയ്യും, സാലിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് തിരിച്ചു വരാം. അതിന് സ്പോണ്ടാനിയസ് റിക്കവറി എന്നും കൂടി പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധനം കണ്ടീഷനും ചെയ്യാൻ പറ്റും, അൺകണ്ടീഷനൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് മറന്നു പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അതാണ് ഈ പ്രിൻസിപ്പിളൊക്കെ പറയുന്നത്. പിന്നെ ഒരു പ്രിൻസിപ്പിൾ എന്ത്, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാല്, പണ്ട് എന്താണ്, നമുക്ക് അച്ചാറ് തിന്നുമായിരുന്നു പണ്ട് പുളി വന്ന്. ഇപ്പോ എന്താണ്, പുളിയിൽ എന്ത് സാധനം മനസ്സിലാലോചിച്ചാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബിളിമ്പി അറിയോ, നമ്മളെ നാട്ടിൽ അതിന് ബിളിമ്പി എന്ന് പറയും. സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒരു അനിയനാണ്, ഒരു ചെറിയ സാധനം. അതിങ്ങനെ ഉപ്പും കൂട്ടി തിന്നു ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഓട്ടോമാറ്റിക് വായിൽ വെള്ളം വരുന്നില്ലേ. പക്ഷെ നമ്മൾ പണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അച്ചാറിനൊപ്പം പെയർ ചെയ്തതല്ല. ഇതിനാണ് ജനറൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ടെൻഡൻസി ടു മേക്ക് സെയിം റെസ്പോൺസ് ടു സ്റ്റിമുലി സിമിലർ ടു ദ കണ്ടീഷൻ സ്റ്റിമുലസ്. അതായത് ഇപ്പൊ ഡോഗിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബെല്ല് വെച്ചിട്ടായിരുന്നു ഡോഗിനെ കണ്ടീഷൻ ചെയ്തത്. അതായത് ബെല്ല് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡോഗ് സാലിവേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് ഈ സ്റ്റിമുലസ് ജനറലൈസ് ചെയ്യാൻ തുടങ്ങി. ഡോർ ബെല്ല് അടിക്കുമ്പോൾ സാലിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കാറ് ഹോൺ അടിച്ചാലും സാലിവേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യും, ഒരു റെസ്പോൺസ് ഉണ്ടാവും. അതിനാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്താണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. അതായത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ചില സ്റ്റിമുലസിന് എന്ത് ചെയ്യും, നമ്മൾ റെസ്പോൺസ് കൊടുക്കും, ചില ഇതിന് റെസ്പോൺസ് കൊടുക്കില്ല. ആ ഒരു ടെൻഡൻസിക്കാണ് എന്ത് പറയാ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഡോർ ബെൽ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു സിമിലർ ഒരു സൗണ്ട് ആണല്ലോ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, സാലിവേറ്റ് ചെയ്യും. പക്ഷെ കാർ ഹോൺ അടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ ഡോഗ് എന്ത് ചെയ്യില്ല, സാലിവേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇതിനാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ഇതാരാ ചെയ്തത് എന്ന് വെച്ചാൽ ജോൺ ബി വാട്സണും പിന്നെ റൊസാലി റെയ്നർ 1920 ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതിന്റെ ഒരു വീഡിയോ എന്താണ് യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഈ എന്താണ് ഇവാൻ പാവ്ലോവ് തന്റെ നായ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ വീഡിയോ എന്തുണ്ട്, യൂട്യൂബിലുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കാണാം. ഒരു രസമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അതേപോലത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് ദി ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇമോഷണൽ റെസ്പോൺസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയാണ് എന്താണ് ജോൺ ബി വാട്സണും പിന്നെ റൊസാലി റെയ്നറും എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. സംഭവം എങ്ങനെയാന്ന് പറഞ്ഞാല്, ഈ ലിറ്റിൽ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഈ ചെറിയ കുട്ടിക്ക് എല്ലാ മൃഗങ്ങളോടും ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്തു, ഒരു റാബിറ്റിന്റെ മുമ്പിലിട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഒരു എന്താണ്, ഒരു എന്താ പറയാ, ഒരു ഡോഗിനെ വെച്ച് കൊടുക്കും. പിന്നെ ഒരു കുരങ്ങനൊക്കെ വെച്ച് കൊടുക്കും. അപ്പൊ അതിനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും, അതിനെ കെട്ടിപ്പിടിക്കും, എന്തൊക്കെ ചെയ്യും. ഒരു ഹാപ്പി മൈൻഡിൽ ഉണ്ടാവാം. പിന്നെ ഒരു വെള്ള എലിനെ കൊടുക്കും. അങ്ങനെ ഇതിന്റെ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്,
ഈ ആൽബർട്ടിന് എന്ത് ചെയ്യും, ഒരു ചെറിയ വൈറ്റ് റാറ്റിനെ കൊടുക്കും. അങ്ങനെ ഈ വൈറ്റ് റാറ്റിനെ കൊടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇപ്പുറത്തുനിന്ന് ഈ എന്താണ് എക്സ്പെരിമെന്റർ ഒരു വലിയ ശബ്ദം ഉണ്ടാക്കും. ഈ കുട്ടിനെ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ വലിയ മണി അടിക്കുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ മുട്ടിയിട്ട് എന്ത് ചെയ്യും, വലിയ ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യും, ഈ ലിറ്റിൽ ആൽബർട്ട് കരയും, പേടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ വെള്ളെലിയും ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ആൽബർട്ടിന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, വെള്ളെലിനെ കാണുമ്പോൾ ആൽബർട്ട് കരയാൻ തുടങ്ങി. അതായത് ഈ വെള്ളെലിയും സൗണ്ടും എന്ത് ചെയ്തു, പെയർ ചെയ്തു. അപ്പൊ ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയ വെള്ളെലി കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ വെള്ളെലിനെ കാണുമ്പോൾ ഒച്ചയില്ലാണ്ട് എന്ത് ചെയ്യും, സൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ലിറ്റിൽ ആൽബർട്ട് കരയാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഈ ലിറ്റിൽ ആൽബർട്ടിന്റെ ഒരു ജനറൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാല് ലിറ്റിൽ ആൽബർട്ടിന് വൈറ്റ് റാറ്റിനെ വെച്ചിട്ടാണ് കണ്ടീഷൻ ചെയ്തത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് റാബിറ്റിനെ കൊടുക്കുമ്പോൾ കാര്യം പിന്നെ പാവക്കുട്ടി. ഇപ്പൊ പാവക്കുട്ടി എന്ന് പറയുന്നത് ഒരു പഞ്ഞി സാധനമാണല്ലോ, ഒരു ഫറി ഓബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാല് നമുക്ക് ഡോളൊക്കെ പോലെ ഒരു ഓബ്ജക്റ്റ് ആണല്ലോ നമ്മള് റാബിറ്റിനൊക്കെ പോലെ ഒരു ഫറി ഓബ്ജക്റ്റ് ആണ്. അപ്പൊ അതിനെ കാണുമ്പോൾ എന്ത് ചെയ്യും, ലിറ്റിൽ ആൽബർട്ട് കരയാൻ തുടങ്ങും. അപ്പൊ എന്ത് ജീവനെ എടുത്ത് കൊടുത്താലും ലിറ്റിൽ ആൽബർട്ട് കരയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്റിൽ ആൽബർട്ടിന്റെ എക്സ്പെരിമെന്റിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് ബന്ധപ്പെട്ടിട്ട് ഒരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാല് ലിറ്റിൽ ആൽബർട്ടിന്റെ എക്സ്പെരിമെന്റ് അതുപോലത്തെ എക്സ്പെരിമെന്റ് ഇപ്പൊ നടത്താൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് എത്തിക്കൽ കൺസേൺസ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാല് ഈ ലിറ്റിൽ ആൽബർട്ടിന്റെ അമ്മ ഉണ്ട്. ഇപ്പൊ ലിറ്റിൽ ആൽബർട്ടിന്റെ അമ്മ എന്ത് ചെയ്തു, ഈ ഒരു ഇത് കഴിഞ്ഞ പാടെ തന്നെ ഈ കുട്ടിനെ പിൻവലിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ എക്സ്പെരിമെന്റ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അർത്ഥം എന്ത് ചെയ്തു, ലിറ്റിൽ ആൽബർട്ടിനെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ലിറ്റിൽ ആൽബർട്ടിന് ആവശ്യമില്ലാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പേടി കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് റാബിറ്റിനെ കാണുമ്പോൾ ശരിക്കും അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് അൺകണ്ടീഷൻ ചെയ്യണം. എന്ന് പറഞ്ഞാല് പേടി ഇല്ലാതാക്കി മാറ്റണം. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഈ ലിറ്റിൽ ആൽബർട്ടിനെ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, ചെറിയ കുട്ടികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ജീവികൾ വെച്ചിട്ടോ ഇങ്ങനത്തെ റിസർച്ചുകൾ നടത്താൻ പാടില്ല എന്നുള്ള ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കുള്ള കാലത്ത് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു രസവും കൂടി ഉണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഫോബിയാസ് ഉണ്ട്, ടൈപ്പ് ഓഫ് ഫോബിയാസ്. ഇപ്പൊ ചില ആൾക്കാർക്ക് പാമ്പിനെ കാണുമ്പോൾ പേടിയുണ്ട്, ചില ആൾക്കാർക്ക് പല്ലിനെ കാണുമ്പോൾ. പാമ്പിനൊക്കെ ചിലപ്പോൾ തോളിലിടും, പക്ഷെ കൂറിനെ കാണുമ്പോൾ പേടിച്ചോടും. അങ്ങനത്തെ ഒരു സിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോബിയാസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ചില ആൾക്കാർക്ക് ഹൈറ്റ്, ലിഫ്റ്റ്, ചില ആൾക്കാർക്ക് ലിഫ്റ്റ് കയറാൻ പറ്റില്ല, ലിഫ്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ തല കറങ്ങുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോബിയാസ് ഉണ്ട്. ഓക്കെ, ഈ ഫോബിയാസ് ഒക്കെ ഓക്കെ പറയൂ. ആ ലിറ്റിൽ ആൽബർട്ടിന്റെ കേസില് ഒരു സംശയം കേട്ടോ. ആ ലിറ്റിൽ ആൽബർട്ടിന്റെ കേസിൽ എങ്ങനെ ഞാൻ കണ്ടീഷൻ ചെയ്യാ? അതാണിപ്പോ പറയാൻ പോകുന്നത് കേട്ടാ. അതാണിപ്പോ പറയാൻ പോകുന്നത്. അതായത് ലിറ്റിൽ ആൽബർട്ടിന്റെ കേസിൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഫോബിയാസിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ലിറ്റിൽ ആൽബർട്ടിന് ശരിക്കും അൺകണ്ടീഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഫോബിയാസിന് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യല്? ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് എന്തുണ്ട്, പാമ്പിനെ പേടിയുണ്ട്. അല്ല, പാമ്പിനെ വേണ്ട, പാമ്പിനെ പൊതുവെ എല്ലാവർക്കും പേടിയാണ്. ഒരു പല്ലിനെ പേടിയുണ്ട് സപ്പോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോബിയാസ് എങ്ങനെ ഈ ഒരു പേടി എങ്ങനെ മാറ്റില്ലെന്ന് പറഞ്ഞാല് ആദ്യം പല്ലിന്റെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കും. പിന്നെ ആ പല്ലിന്റെ ചിത്രം തൊടാനൊക്കെ പറയും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ദൂരത്തുനിന്ന് ഒരു പല്ല് ഒരു പല്ലിന്റെ ഒരു ഡോളിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ചടുത്തുകൊണ്ട് തൊടാൻ പറയും. അങ്ങനെ എന്ത് ചെയ്യും, ഗ്രാജുവലി ഈ പല്ലിയോടുള്ള നമ്മളെ റെസ്പോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവായി മാറും. സെയിം തന്നെയായിരിക്കും എന്തുണ്ടാവുക, ലിറ്റിൽ ആൽബർട്ടിന്റെ കേസ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാല് അത് മാത്രമല്ല, വേറെയും ടൈപ്പ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ റൂട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോബിയാസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലിറ്റിൽ ആൽബർട്ടിന്റെ കേസിൽ അവർ പറയുന്ന അൺകണ്ടീഷനിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ട് ലിറ്റിൽ ആൽബർട്ടിനെ പെയർ ചെയ്യാന്നാ പറഞ്ഞത്. ഇപ്പൊ സപ്പോസ് റാബിറ്റിനെ കാണുമ്പോൾ ലിറ്റിൽ ആൽബർട്ടിന് പേടിയാണെങ്കിൽ റാബിറ്റിന്റെ ഒപ്പം ലിറ്റിൽ ആൽബർട്ടിന് ഇഷ്ടമുള്ള ഒരു സാധനം, ഇപ്പൊ ഫുഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോയ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു സാധനം, സപ്പോസ് ഒരു ഫുഡ് തന്നെ ആയിക്കോട്ടെ, നല്ലൊരു ടോഫീസ് കൊടുക്കുകയാണ്, ലിറ്റിൽ ആൽബർട്ടിന് ടോഫീസും കൊടുക്കും, വൈറ്റ് റാറ്റും കൊടുക്കും. ആദ്യം കുറച്ച് പേടിക്കെങ്കിൽ ടോഫീസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ആൾ ഹാപ്പി ആവും.
പിന്നെ അങ്ങനെ ഗ്രാജുവലി എന്താണ് ടോഫീസും എന്താണ് വൈറ്റ് റാറ്റും പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വൈറ്റ് റാറ്റിന് മാത്രം കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ടോഫീസിനോട് കാണിച്ച അതേ റെസ്പോൺസ് കാണിക്കും. ഇങ്ങനെയാണ് എന്ത് പറഞ്ഞത്, വാട്സൺ എന്താണ് ലിറ്റിൽ ആൽബർട്ടിന് അൺകണ്ടീഷൻ ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഇനി അടുത്തൊരു ഇതിനോട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. മാർട്ടിൻ സെലിഗ്മന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് വൺസ് ടെൻഡൻസി ടു അതിന് ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അല്ല എക്സാമ്പിൾ അല്ല, ഈ ഒരു എക്സ്പെരിമെന്റ്, ഡോഗിന്റെ എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താ ഫെമിലിയർ ആവും. അതായത് മാർട്ടിൻ സെലിഗ്മൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 3 എന്താണ് ഡോഗ്സിനുള്ള ഒരു കേജ് ഉണ്ടാക്കി. അങ്ങനെ ABC 3 കേജാണുള്ളത്. അങ്ങനെ ഒന്നാമത്തെ കേജിലുള്ള ഡോഗ്സിനെ എന്ത് ചെയ്തു, കുറച്ച് സമയം അതിൽ പിടിച്ചു വെച്ചു, ഡോർ തുറന്നു, എന്ത് ചെയ്തു, എസ്കേപ്പ് ആയി. അങ്ങനെ രണ്ടാമത്തെ കേജിലുള്ള ഡോഗ്സിന് എന്ത് ചെയ്തു, ആ കേജിൽ തന്നെ വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ള ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഡോഗ്സ് എന്ത് ചെയ്യും, ആ സ്വിച്ച് ഫൈൻഡ് ചെയ്യും, ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് നിൽക്കും. അങ്ങനെ മൂന്നാമത്തെ എന്ത് കേജിലുള്ള ഡോഗ്സ് അതിനെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, കേജിഡ് ആക്കുകയും ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയും ചെയ്ത്, എന്നാൽ എസ്കേപ്പ് ആവാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു മാർഗവും കൊടുത്തില്ല, സ്വിച്ച് കൊടുത്തില്ല, അല്ലെങ്കിൽ തുറന്നു വിടുകയോ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സാധനം പഠിച്ച്. അങ്ങനെ മാർട്ടിൻ സെലിഗ്മൻ എന്ത് ചെയ്തു, നമ്മളിപ്പോ ഈ എന്താണ് സ്ലൈഡിൽ കാണുന്ന പോലത്തെ ഒരു ബോക്സിൽ എന്ത് ചെയ്തു, ഓരോ ടീം 4 വെച്ച് നോക്കി ഡോഗ്സിന്. അതായത് എ ബോക്സിലുള്ള ഡോഗ്സിനെ വെക്കും. അങ്ങനെ 2 പാർട്ടുകളോ, ഒരു പാർട്ടിൽ ഷോക്ക് അടിക്കുന്ന പാർട്ട് ഉണ്ടാവും, ഒരു പാർട്ടിൽ ഷോക്ക് ഇല്ലാത്ത പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഷോക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, എ ടീമിലുള്ള ഡോഗ്സ് എന്ത് ചെയ്തു, ഷോക്ക് ഇല്ലാത്ത ഭാഗത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ രണ്ടാമത്തെ ബി കേജിലുള്ള ഡോഗ്സിനെ ഈ ബോക്സിൽ പ്ലേസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഷോക്ക് കൊടുക്കുന്നു, ഡോഗ്സ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മൂന്നാമത്തെ ടീമിലുള്ള ഡോഗ്സ് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ഷോക്ക് അടിക്കുന്ന ഭാഗത്ത് എന്താണ് ഷോക്ക് അടിക്കുന്നുണ്ട് എന്ന് അടിക്കാതിരിക്കുക എന്ത് ചെയ്യുന്നത്, അവിടെ തന്നെ നിന്ന് ഷോക്ക് കൊള്ളാണ്. അതായത് എനിക്ക് ഇനി രക്ഷപ്പെടാൻ മാർഗമൊന്നും ഇല്ല എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, ആ ഷോക്ക് അടിക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എസ്കേപ്പ് ചെയ്യാൻ അതിനെന്തുണ്ട്, ഒരു മാർഗം ഉണ്ട്. ആ മാർഗം തേടുന്നത് പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. അതിനാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ വൺസ് ടെൻഡൻസി ടു നോട്ട് ടു ടേക്കിംഗ് എനി ആക്ഷൻസ് ഫോർ എ സക്സസ്ഫുൾ എസ്കേപ്പ്. അതായത് എസ്കേപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് കൂടി എന്ത് ചെയ്യുന്നില്ല, എസ്കേപ്പ് ചെയ്യുന്നില്ല ഫ്രം എ പെയിൻഫുൾ സിറ്റുവേഷൻ ഡ്യൂ ടു ദ ഹിസ്റ്ററി ഓഫ് ഫെയിൽഡ് അറ്റംപ്റ്റ്സ്. മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഷോക്ക് അടിച്ചപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്താണ് മടി എന്നൊക്കെ പറഞ്ഞൂടെ? മടി എന്ന് പറയാൻ പറ്റൂല. ഇപ്പോ ഞാൻ അതിനൊരു എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് മാത്സ് എക്സാം ഭയങ്കര ടഫാണെന്ന് കരുതിക്കോ, അധികം ടഫ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്താണ് ചിലർക്ക് മാത്സ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അതെ, ഫിസിക്സ് ടഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ബോക്സിൽ. അതായത് ഫിസിക്സ് ടഫ് ആയിരിക്കും, ചിലപ്പം എന്താണ് ചിലർക്കൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും ടഫ് ഉണ്ട്, ബാക്കിയുള്ള വിഷയം ചിലപ്പോൾ എന്ത് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ് മാത്സ് എക്സാം ഭയങ്കര ടഫാണ്, നമ്മൾ എല്ലാ പ്രാവശ്യവും മാത്സ് എക്സാമിന് പഠിച്ചിട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാ പ്രാവശ്യം പോയിട്ട് മുട്ട വാങ്ങിച്ചിട്ട് വരും, എല്ലാ പ്രാവശ്യം എക്സാം വെച്ചിട്ട് തോക്കുന്നു. അപ്പൊ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എന്താണ് ഞാൻ വെറുതെ എക്സാം എഴുതുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ പഠിക്കാണ്ടിരിക്കല്ലേ. അത് മടി എന്ന് പറയാൻ പറ്റൂലല്ലോ. അതായത് ഞാനിനി പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ ജയിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ മാത്സ് എക്സാമിന് ചോദിച്ച ചോദ്യം 1+1 2 ആണ് എന്നിരുന്നാലും കൂടി നമ്മൾ എന്ത് ചെയ്യൂല, ചിലപ്പോ ഒന്നും പഠിക്കൂല. ഇതിനാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയല്. ഇതിന്റെ ഒരു എന്താ പറയാ വൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിലൊക്കെ ഒറ്റമോനി എന്ന് പറയുന്നത് കളിയാക്കുന്ന ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. ഒറ്റമോന് അല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടി ഉണ്ടാവും വീട്ടില്. ഈ ഏറ്റവും ഇളയ കുട്ടീന്റെ പ്രശ്നം എന്താ പറഞ്ഞാല്, ചെറുപ്പത്തിലെല്ലാം എന്ത് ചെയ്തു, മോൻ ചെറുതല്ലേ എന്ന് വെച്ചാൽ എല്ലാം ഉമ്മ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാല് ഈവൻ ഡ്രസ്സ് ഇട്ടിട്ട് ബട്ടൺ ഇടാൻ വരെ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഉമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വളർന്ന ഒരു കുട്ടി, അതായത് ഇങ്ങനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആയിട്ട് വളരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്തിനും എന്ത് ചെയ്യണം, ഉമ്മ വേണം. ഒരു നോട്ട് എഴുതാൻ ചിലപ്പോൾ ഉമ്മ വേണ്ടി വരും, ചിലപ്പോൾ ഫുഡ് കൊടുക്കാൻ വരെ ഉമ്മ വേണ്ട കേസുകൾ ഒരുപാടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യണം, ഒരാളെ ഹെൽപ്പ് വേണമെന്നുള്ള ഒരാള്.
അയാൾക്ക് ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇൻ കേസ് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് എന്നും ഉമ്മ കുടുക്കിട്ട് കൊടുക്കുന്ന ഡ്രസ്സിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്ന ഒരാളാണെന്ന് സപ്പോസ് നിങ്ങൾ കരുതുക. അയാൾ വലുതായിട്ട് കുടുക്കിട്ടരാൻ ആരും ഇല്ലെങ്കിൽ അയാളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നറിയാം. അതായത് എനിക്ക് കുടുക്കിടാൻ കഴിയില്ല, വേറെ ആരെങ്കിലും വന്ന് ഇട്ടരണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു തിയറി ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ആണ് എങ്കിൽ കൂടി എന്താണ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ജീവിതത്തിലെ ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ കേസ് പറഞ്ഞത് തന്നെ, അതായത് എക്സാമിന് ചിലപ്പം ഇപ്രാവശ്യം പഠിച്ചാൽ ജയിക്കുമായിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, മുമ്പ് ഒരുപാട് ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. അതാണ് എന്താ പറഞ്ഞത്, എന്താണ് പെയിൻഫുൾ സിറ്റുവേഷൻസ് എസ്കേപ്പ് ചെയ്യാൻ സക്സസ്ഫുൾ ആയ ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതായത് ജയിക്കാൻ സാധ്യത ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യൂല, ഡ്യൂ ടു ഹിസ്റ്ററി ഓഫ് ഫെയിൽഡ് അറ്റംപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യൂല, ആ സാധനം ചെയ്യൂല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന തിയറി കൊണ്ട് മാർട്ടിൻ സെലിഗ്മാന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞത്. അങ്ങനെ ഈ എന്താണ് ലേണിങ്ങിൽ ഒരുപാട് ഇതുപോലത്തെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, എന്താണ് ഇപ്പോൾ ലേണിങ്ങിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്താൽ വളരെ രസകരമായ, എന്നാൽ ഇപ്പോഴുള്ള കാലത്ത് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ്, എന്താണ് എത്തിക്കൽ ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എന്തുണ്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. പഴയ 12 കൊല്ലം മുമ്പൊക്കെ ഇട്ട വീഡിയോസ് ഉണ്ട്. ഇതിന്റെ ലേൺഡ് ഹെൽപ്ലെസ്നെസിന്റെ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസിന്റെ ഒരു വീഡിയോ ഉണ്ട്. എന്താണ് നമുക്ക് അതിനെ എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അതിന്റെ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, കാണാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഓക്കെ, അല്ല വൈൻഡ് അപ്പ് ഇല്ല, ആർക്കും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി? അപ്പോൾ ഞാൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരും മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഷുവർ ആയിട്ട് ഞാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പറയണം. ഓക്കെ, ഇപ്പൊ റെഡി അല്ലേ, വൈൻഡ് അപ്പ് ചെയ്യല്ലേ?